ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു റിലീസായി നാളെ ഏപ്രിൽ 10 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്നത് ഒരു തമിഴ് സിനിമയും 3 മലയാള സിനിമയും ഉൾപ്പെടെ 4 സിനിമകളാണ്. മമ്മൂട്ടി നായകനായി ടിനോ ടെന്നീസ് തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ മേനോൻ, ബാബു ആന്റണി, നീത പിള്ള, ഗായത്രി അയ്യർ, ജഗദീഷ്, സിദ്ധാർത്ഥ ഭരതൻ, ദിവ്യ പിള്ള, ഷൈം ടോം ചാക്കോ, ഹക്കിം ഷാ, ഐശ്വര്യ മേനോൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. നിമിഷ് രവി, റോബി വർഗീസ് രാജ് എന്നിവരാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് നിഷാദ് യൂസഫ്, പ്രവീൺ പ്രഭാകർ എന്നിവർ ചേർന്നാണ്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സയ്യിദ് അബ്ബാസ് ആണ്. 2 മണിക്കൂർ 31 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. വിതരണം ചെയ്യുന്നത് ക്യാപിറ്റൽ സിനിമയുമാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 25 കോടി റേഞ്ചിലുമാണ്. കേരളത്തിൽ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം 240 തിയേറ്ററുകളിലായി 300-ലധികം സ്ക്രീനുകളാണ് ലഭ്യമായിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ നിലവിൽ 1 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1 കോടി 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ബസൂക്കയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹ സന്ദേശം പാർന്നിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്: ഏപ്രിൽ 10 നാളെ ബസൂക്ക തിയേറ്ററുകളിലെത്തും. ഗെയിമിംഗ് പ്രമേയമായതും വളരെ പുതുമ തോന്നിയതുമായ കഥ അത് സിനിമയായി പരിണമിച്ചു. ഇനി നിങ്ങൾക്കാണ് ഇഷ്ടപ്പെടേണ്ടത്. എപ്പോഴും പറയാറുള്ളത് പോലെ പുതിയ ഓരോ സംവിധായകർക്കും പുതിയതെന്തോ പറയാനുണ്ടാകും. അതിനൊപ്പം ഞാനും നിങ്ങളും നമ്മളും. സ്നേഹപൂർവ്വം മമ്മൂട്ടി. വിഷു റിലീസായി തിയേറ്ററിലെത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമ ആലപ്പുഴ ജിംഖാനയാണ്. ഖാലിദ് റഹ്മാൻ, ശ്രീനി ശശീന്ദ്രൻ എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഖാലിദ് റഹ്മാനാണ്. ഖാലിദ് റഹ്മാൻ, ജോബിൻ ജോർജ്, സമീർ കാരാട്ട്, സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ നസ്ലേൻ, ലുക്മാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീവൻ, ശിവ ഹരിഹരൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് ജിംഷി ഖാലിദാണ്. എഡിറ്റിംഗ് നിഷാദ് യൂസഫ്. വിഷ്ണു വിജയ് ഈ ചിത്രത്തിന്റെ സംഗീതം പകർന്നിരിക്കുന്നു. 2 മണിക്കൂർ 19 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 20 കോടി റേഞ്ചിലാണ്. ഈ സിനിമയുടെ കേരള അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നാളെ തിയേറ്ററിലെത്തുന്ന 3ാമത്തെ മലയാള സിനിമ ടോവിനോ തോമസ് നിർമ്മിച്ച് നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന മരണമാസ് ആണ്. സംവിധായകനായ ശിവപ്രസാദ്, സിജു സണ്ണി എന്നിവർ ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ ബേസിൽ ജോസഫ്, രാജേഷ് മാധവൻ, സിജു സണ്ണി, ബാബു ആന്റണി, അനിഷ്മ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നീരജ് രവിയും എഡിറ്റിംഗ് ചമൻ ചാക്കോയുമാണ്. JK ആണ് ഈ ചിത്രത്തിന്റെ സംഗീതം പറഞ്ഞിട്ടുള്ളത്. 2 മണിക്കൂർ 21 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. 10 കോടി രൂപ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 24 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. തല അജിത്ത് നായകനായി അദിക് രവിചന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നാളെ ഏപ്രിൽ 10 തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഈ സിനിമയിൽ തൃഷ, അർജുൻ, ജാക്കി ഷറാഫ്, പ്രഭു, യോഗി ബാബു, രഘുറാം, റെഡിൻ കിൽസലി, രാഹുൽ ദേവ്, ഉഷ ഉതുപ്പ്, ഷൈം ടോം ചാക്കോ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ആദ്യ തമിഴ് സിനിമ കൂടിയായ ഗുഡ് ബാഡ് അഗ്ലി ഏകദേശം 250 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത്. അഭിനന്ദൻ രാമാനുജൻ ഛായാഗ്രഹണവും എഡിറ്റിംഗ് വിജയ് വേലുക്കുട്ടിയുമാണ്. പ്രശസ്ത സംഗീതജ്ഞനായ GV പ്രകാശ് കുമാറാണ് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നത്. 2 മണിക്കൂർ 19 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 14 കോടി 50 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 1 കോടി 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കേരള പ്രീസെയിൽ കളക്ഷനായി ഏകദേശം 40 ലക്ഷം റേഞ്ചിലും കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ മാത്രം 30 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യ ദിവസം 14 കോടി 50 ലക്ഷം രൂപയും, 2ാം ദിവസം 4 കോടി 70 ലക്ഷം രൂപയും, 3ാം ദിവസം 4 കോടി 90 ലക്ഷം രൂപയും, 4ാം ദിവസം 4 കോടി 60 ലക്ഷം രൂപയുമാണ് ഈ സിനിമ ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വാരാന്ത്യ പ്രീസെയിൽ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് 27 തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് എമ്പുരാൻ. ചിത്രം ആദ്യ 14 ദിവസം പിന്നിട്ട് 15ാമത്തെ ദിവസമായ വ്യാഴാഴ്ചയാണ് നാളെ കടക്കുന്നത്. ചിത്രം തിയേറ്ററിലെത്തി ആദ്യ 13 ദിവസവും 1 കോടിക്ക് മുകളിൽ കളക്ഷനാണ് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തതെങ്കിൽ 14 ദിവസമായി ഇന്ന് ബുധനാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ 80 ലക്ഷം റേഞ്ചിലാണ്. 14 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ 82 കോടി 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് 258 കോടിയോളം രൂപയുമാണ്. അപ്പോൾ വിഷു റിലീസായി തിയേറ്ററിലെത്തുന്ന എല്ലാ സിനിമകൾക്കും വിജയാശംസകൾ അർപ്പിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.